എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു ഓണം സ്പെഷ്യൽ കാരമലൈസ്ഡ് സേമിയ പായസം ആക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടുന്ന എന്തെല്ലാം നോക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് സേമിയ, അതായത് 1.5 കപ്പ് സേമിയ ഉണ്ട്. ഇത് ഞാൻ അളന്ന് നോക്കുമ്പോൾ ഇത് നല്ലോണം മൂക്ക വറുത്തിട്ട് നമുക്ക് പെട്ടെന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, മൂത്ത് കഴിഞ്ഞ് ഇനി ഇത് മാത്രം മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ പാലടുപ്പത്ത് വെക്കാം. പാല് 1.5 ലിറ്റർ പാലുണ്ട്. 1.5 കപ്പ് സേമിയക്ക് 1.5 ലിറ്റർ പാല്, 1.5 കപ്പ് പഞ്ചസാര, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അത് നല്ല പാല് തിളച്ച് വരുമ്പോൾ സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തിട്ട് കട്ട കെട്ടാണ്ട് ആദ്യം തന്നെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് നല്ലോണം വേവട്ടെ. കുറച്ച് മറ്റേ വറുക്കാത്ത സേമിയനേക്കാളും ഇത് കുറച്ച് ഒരു 6 മിനിറ്റോളം വേവണം. 6 മിനിറ്റ് അത് ഒരു ഭാഗത്ത് നിന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അതും നെയ്യ് ഉരുകിയ ഉടനെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടോ, 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല ചീനച്ചട്ടി കിടന്നിട്ട് അത് നല്ലോണം ഉരുകും. പഞ്ചസാര ഉരുകി നല്ലോണം ഉരുകി വരുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും, നല്ലൊരു കളറും ഉണ്ടാവും. അതാണ് ഈ പായസത്തിൻ്റെ ഹൈലൈറ്റ്. കണ്ടോ, ഇത് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് 2 സ്റ്റൗവിൽ വെച്ചാൽ വെറും ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമായത്. പെട്ടെന്ന് ഒരാൾ വരുമ്പോഴല്ലോ ഏലക്കായോ ഒന്നും വേണ്ട. ഇതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവറൊന്നും വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏലക്കായി വേറെ എന്തെങ്കിലും എല്ലാം ചിലര് മറ്റേ കസ്റ്റേർഡോ അങ്ങനെ എന്തെല്ലോ ചേർത്ത് കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തുനിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന പായസം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഒഴിക്കുമ്പോൾ തന്നെ എന്തൊരു കളറാ, നല്ല സൂപ്പർ കളറാ, നല്ലൊരു മണം. ഈ മണം ഉണ്ടല്ലോ ഭയങ്കര മണം കേട്ടോ. നല്ല പണ്ടത്തെ ഒരു ന്യൂട്രീൻ ചോക്ലേറ്റിൻ്റെ ഒരു മണം വരും ഇതിന്ന്. നല്ല ഇനി വേറൊന്നും പായസത്തിന് പ്രത്യേകിച്ച് ചേർക്കണ്ട. ഞാൻ വെറും ഒരു 2 ടീസ്പൂൺ നെയ്യിൽ മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്ത് ഇതിലിടുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഒരു നുള്ള്. ഇനി 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിത് ആദ്യം 1/2 കപ്പ്, 1.5 കപ്പ് പാല്, 1.5 കപ്പ് സേമിയ, 1.5 കപ്പ് പഞ്ചസാര, അതാണ് ഇതിൻ്റെ കണക്ക്. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 1/2 കപ്പ് കുറക്കാം കേട്ടോ. 1/2 കപ്പോ 1/4 കപ്പോ കുറക്കാം. പക്ഷെ നമുക്ക് ഒരു മധുരം ഇത്തിരി മേലെ നിൽക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു നുള്ള് പഞ്ചസാര, അത് മസ്റ്റാണ്. പിന്നെ വേറൊന്നും ആവശ്യമില്ല. കണ്ടോ, പായസം റെഡിയായി. ഇനി നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി വറുത്തയിൽ ഇട്ട് കൊടുത്താൽ ക്ലീൻ കഴിഞ്ഞു. ചീനച്ചട്ടി ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ്, ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂക്കണ്ടേ, മൂത്ത് വരട്ടെ. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി മുന്തിരി നല്ലോണം ഒരു ബലൂൺ പോലെ വീർത്ത് വരുമ്പോൾ നമുക്കിതെടുത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 7 മിനിറ്റ് ഇപ്പുറത്ത് 1.5 ലിറ്റർ പാല് ചൂടായതിന്, അപ്പുറത്തുനിന്ന് സേമിയ വറുത്ത് ഒരു പാത്രത്തിലിട്ട് പെട്ടെന്ന് സേമിയ വീഴുമ്പോഴത്തേക്ക് ഇപ്പുറത്തുനിന്ന് കാരമലൈസ് പഞ്ചസാര ഉരുക്കി അത് ഒഴിച്ചു കൊടുത്ത് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് കഴിഞ്ഞു പണി. അടുത്ത ആഴ്ച പുതിയൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.